ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ക്രിയേറ്റേഴ്സ് മെസ്സേജ് അയച്ച് പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ കുറേ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്, എന്നാൽ വീഡിയോയ്ക്ക് വേണ്ട ഗ്രോത്ത് ഒന്നും കിട്ടുന്നില്ല. ഇനി ചാനൽ തുടർന്ന് പോകുന്നത് കൊണ്ട് വല്ല ഗുണവുമുണ്ടോ, അതോ സ്റ്റോപ്പ് ചെയ്യുന്നതാണോ നല്ലത്? ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. നിലവിൽ 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നേടിയവർ, അവർക്ക് അവരുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, അതായത് അവരുടെ ആദ്യത്തെ 100 വീഡിയോയിൽ നിന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് പോലും തികഞ്ഞിട്ടില്ലായിരുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ മിസ്റ്റർ ബീസ്റ്റ്, നിലവിൽ അവർക്ക് 100 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ആദ്യത്തെ 100 വീഡിയോയിൽ നിന്നും അവർക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 1000-ൽ താഴെയായിരുന്നു. മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ MKBHD, അവർ വലിയ ഒരു ടെക് കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അവർക്ക് അവരുടെ ആദ്യത്തെ 100 വീഡിയോയിൽ നിന്ന് 100 സബ്സ്ക്രൈബർ പോലും തികഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവർക്ക് 16 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അവർ ആദ്യം ചെയ്ത കുറച്ച് വീഡിയോസിൽ നിന്നുള്ള റെസ്പോൺസ് നോക്കി അവർ അന്ന് അവരുടെ ചാനൽ സ്റ്റോപ്പ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ഒരു നിലയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ ഇവരെക്കാൾ നന്നായി എല്ലാം നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. നിലവിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അല്ലെങ്കിൽ വ്യൂസ് എല്ലാം കുറവാണ് എന്ന് കരുതി നിരാശപ്പെടാതിരിക്കുക. നല്ല കണ്ടന്റ് ഐഡിയാസ്, അതുപോലെ നല്ല നല്ല വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചാനൽ ഇത് നല്ല ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, അതായത് എത്ര പേർ അവർ ചെയ്യുന്ന കണ്ടന്റിൽ ഹാപ്പിയാണ് എന്ന് ചോദിച്ച്. അതിൽ 33% ആളുകൾ അവർ ചെയ്യുന്ന കാര്യത്തിൽ ഹാപ്പി അല്ല എന്നാണ് അവർ വോട്ട് ചെയ്തത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്തിനെ ബാധിക്കും. കാരണം നമുക്ക് നമ്മുടെ പാഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനൽ പെട്ടെന്ന് ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കുക. മറിച്ച് നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം അത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള വീഡിയോസ് എല്ലാമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഓട്ടോമാറ്റിക്കായി ഗ്രോത്ത് എല്ലാം വരും. അതുപോലെ കുറെ പേർക്ക് തെറ്റായ ഒരു ധാരണയുണ്ട്, അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ക്വാളിറ്റി കണ്ടന്റ് എല്ലാം ഇട്ടാൽ മാത്രമേ നമുക്ക് ചാനൽ ഗ്രോത്ത് എല്ലാം ലഭിക്കൂ എന്ന്. നമ്മൾ ക്വാളിറ്റി കണ്ടന്റ് എല്ലാം ചെയ്യുന്നത് ഇത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ നമ്മൾ ക്വാളിറ്റി കണ്ടന്റ് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ആൾക്ക് ഫോളോ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കണ്ടന്റ് എല്ലാം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുക. അതിനാൽ തന്നെ നിങ്ങൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വീഡിയോസ് ചെയ്തു തുടങ്ങുക എന്നതാണ്. ഏതൊരു പുതിയ യൂട്യൂബർക്കും അവർക്ക് നല്ല എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ക്യാമറ, ബാക്കി എക്യുപ്മെന്റ്സ് എല്ലാം ലഭിച്ചു എങ്കിലും അത് പ്രോപ്പറായി യൂസ് ചെയ്യാൻ അറിയണമെന്നില്ല. അതിനാൽ തന്നെ നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ പതുക്കെ 10 വീഡിയോ, 20 വീഡിയോ, 30 വീഡിയോ, 50 വീഡിയോ, 100 വീഡിയോ, ഇത്തരത്തിൽ നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ എവിടെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്, എങ്ങനെ നമ്മുടെ കണ്ടന്റ് ഇംപ്രൂവ് ചെയ്യാം, ഏത് തരത്തിലാണ് നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്ത് കൂടുതൽ മനോഹരമാക്കാൻ സാധിക്കുക, ഇത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് ലഭിക്കുന്ന എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് നല്ല ക്വാളിറ്റി കണ്ടന്റിലേക്ക് എല്ലാം എത്താൻ സാധിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനലിൽ വീഡിയോസ് എല്ലാം ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. നമ്മുടെ ചാനൽ ഓരോ സ്റ്റേജിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായി അതിൽ നല്ല ഇംപ്രൂവ്മെന്റ്സ് എല്ലാം വരുത്താൻ ശ്രമിക്കും. അതിനാൽ തന്നെ നമ്മൾ എല്ലാം ശരിയായതിനു ശേഷം മാത്രമേ ചാനൽ തുടങ്ങൂ എന്ന് കരുതാതിരിക്കുക. നമ്മുടെ ചാനലിൽ ഒരു പുതിയ യൂട്യൂബർക്ക് അവർക്ക് ചാനൽ തുടങ്ങി എങ്ങനെ ഗ്രോത്തിലേക്ക് വരാം, ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കാണാത്തവർ കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്